അതിലിപ്പോ വെള്ളിയാഴ്ച ഞാനുള്ളൂ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് എനിക്ക് പോകണം. കലാഭവൻ നവാസിന്റെ മരണം പ്രിയപ്പെട്ടവരെ മാത്രമല്ല, ഇതറിഞ്ഞ ഓരോ മനുഷ്യനെയും വിഷമത്തിലാക്കി. മരണത്തെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല. അത് ഏതൊരു വഴിയിലൂടെയാണ് നമ്മളെ കവർന്നെടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാനും പറ്റില്ല. വീട്ടിലേക്കെന്ന് പറഞ്ഞ് സെറ്റിൽ നിന്നും പോയ നവാസ് പിന്നീട് വീട്ടിലെത്തിയത് ചേതനയറ്റ ശരീരവുമായി. ഒട്ടേറെ കലാകാരന്മാരുടെ മരണവാർത്ത അറിഞ്ഞ നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു നവാസിന്റെ വിയോഗം. ഈ ഇടയിൽ നവാസിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ ഇവിടെ നടന്ന സർവരെയും വേദനിപ്പിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ദുഃഖവേളയിൽ സർവരും സംഭവിച്ച കാര്യം വിശ്വസിക്കാനാകാതെ നെഞ്ചുലഞ്ഞു നിൽക്കുന്ന സമയത്തും മറ്റു സിനിമാ നടന്മാരുടെ കൂടെ സെൽഫി എടുക്കാനും അവരുടെ വീഡിയോകൾ പകർത്തുവാനും വേണ്ടി പാടുപെട്ട് ഓടിക്കിതച്ചവർ ഒരാളുടെ മയ്യത്ത് കബറടക്കുന്ന വേളയിലും അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു നടന്മാരെ കാണണം, അവരുടെ കൂടെ സെൽഫി എടുക്കണം എന്നു കരുതി ആലുവ ടൗൺ ജുമാ മസ്ജിദിന്റെ മുൻപിൽ തടിച്ചു കൂടിയ ചില ആളുകൾ. ഇത്തരം വേളകളിൽ യാതൊരു മനസാക്ഷിയുമില്ലാതെ പണത്തിനു വേണ്ടി മാത്രം നവാസിനെ കാണാൻ ഇന്ന നടനെത്തി എന്നുള്ള ടൈറ്റിൽ നൽകി വീഡിയോകൾ പ്രചരിപ്പിച്ചവർ മറ്റൊരു തരത്തിൽ. ആരോ എന്തോ ആയിക്കോട്ടെ, തങ്ങളുടെ ലക്ഷ്യമാണ് വലുതെന്ന് കരുതുന്നവരാണിവർ. ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റു ആളുകളുടെ മുൻപിൽ തങ്ങളുടെ നിലവാരത്തെ കുറച്ച് കളയുമെന്നുള്ള ഒരു ബോധവുമില്ലാത്ത ചില മന്ദബുദ്ധികൾ. കേട്ടോ, പ്രിയപ്പെട്ട നവാസ് സെറ്റിൽ വെച്ച് ഒരു കോളിന് മറുപടി നൽകിയത്. നവാസിന് ഒരു സുഹൃത്ത് വിളിച്ച സന്ദർഭത്തിൽ, എന്നെ കാണണമെങ്കിൽ ഇപ്പോൾ വന്ന് കണ്ടോ, ഞാൻ വെള്ളിയാഴ്ച വരെ ഉണ്ടാകുകയുള്ളൂ. നവാസിന്റെ ഈ മറുപടി കേട്ട നടനായ അസീസ് വെളിപ്പെടുത്തിയതാണ്. അതെങ്ങനെ നവാസിന് പറയാൻ സാധിച്ചു? ഈയിടയ്ക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള നവാസിന്റെ ഒരുക്കത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം ഇത്. എന്നാലും നവാസ് പറഞ്ഞ ആ വാക്ക് അറം പറ്റിപ്പോയി. വെള്ളിയാഴ്ച കഴിഞ്ഞ് നവാസ് പിന്നെ ഉണ്ടായിട്ടില്ല. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന ആളായിരുന്നു നവാസ്. വെള്ളിയാഴ്ച നവാസിന് ചെറിയ നെഞ്ചുവേദനയും നെഞ്ചിരിച്ചിലും അനുഭവപ്പെട്ടപ്പോഴും നവാസ് ആശുപത്രിയിൽ പോകുവാൻ കൂട്ടാക്കിയില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പോകാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒറ്റ തീരുമാനം പിന്നീട് അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. നവാസിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആ കണ്ണീര് കണ്ടു നിന്നവർക്കാർക്കും അത് സഹിക്കാനായില്ല. കണ്ടവരെല്ലാം കണ്ണീർ പൊഴിച്ചു. നവാസുക്കയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് ആ ദിവസം വന്നെത്തി. വേദനയോടെ അവസാന ചുംബനം നൽകി. മരണം സർവരുടെ അടുത്തേക്കും വന്നെത്തും. എന്നാൽ ചിലരുടെ വിയോഗം അത് മറ്റു പലരുടെയും കരള് തന്നെ തകർക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നവാസിന്റെ വിയോഗം. ചവിടത്തെ സമ്പത്തില്ല. അപ്പോൾ ഓരോന്ന് ശവനിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഒരാളോട് ഫോൺ ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ എന്നെ കിട്ടത്തില്ല, എവിടെ പോകുന്നൊന്നും പറയുന്നില്ല, ഞാൻ കുറച്ച് ദൂരേക്ക് പോവാം, വെള്ളിയാഴ്ച വരെ ഉള്ളൂ, അതിന് മുമ്പ് നിനക്ക് ആണെങ്കിൽ വന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആരോടൊക്കെ പറയുന്നത് ഇങ്ങനെ കിട്ടുന്നത്. അസീസിൻ്റെ കണ്ണ് നിറയുക.